നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ ഡേ 2 ചലഞ്ചിലേക്ക് സ്വാഗതം. എല്ലാവരും ഉഷാറായി പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു, അതിൻ്റെ പരീക്ഷ എഴുതി, അതിൻ്റെ PDF നോട്ടും വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഡേ, അതായത് ഇന്നത്തെ ദിവസം 3 ക്ലാസ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തു. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ്. അതിൻ്റെ ഒപ്പം തന്നെ സയൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. സയൻസിൻ്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തു. ഏറ്റവും അവസാനം ഇന്നത്തെ ദിവസം ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്യുന്നത് ഡേ 2 കേരള ഭൂമിശാസ്ത്രമാണ്. 2024, 23, 22 മുഴുവൻ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് മുഴുവൻ അങ്ങ് തീർത്ത് കളയും എന്നല്ല പറയുന്നത്. വരുന്ന ഓരോ ക്ലാസ്സിലും ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കേരള ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പരമാവധി വായിക്കുക. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഏത് സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഏത് SCRT ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. അതിനുശേഷം കേരള ഭൂമിശാസ്ത്രം എന്ന ക്ലാസ്സിന്റെ നോട്ട്സ് കൂടി കണ്ട് അല്ലെങ്കിൽ അത് വായിച്ച് പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. പരീക്ഷ നടക്കുന്നത് PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിലാണ്. അതിൽ ഇപ്പൊ തന്നെ 3 എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി 4 എക്സാം ആവും. ഇന്നത്തെ 3 വീഡിയോയുടെ എക്സാം ഉണ്ട്, ഇന്നലത്തെ 1 വീഡിയോയുടെ എക്സാം ഉണ്ട്. അങ്ങനെ 4 എക്സാം ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായി പഠിച്ചു പോവുക. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് മറ്റു പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അത്രയേറെ എഫേർട്ട് ഇടുന്നുണ്ട്, അത്രയേറെ ക്ലാസ് കാണുന്നുണ്ട്, അത്രയേറെ PDF നോട്ട് വായിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ട്. പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം പോളിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പം നമുക്കത് മനസ്സിലാകും. അപ്പൊ നിങ്ങളുടെ നല്ലതിന് വേണ്ടി, നിങ്ങളുടെ ഒരു വർഷം 2025 ആകാൻ വേണ്ടി ഇത്രയേറെ എഫേർട്ട് ഈ കൂട്ടായ്മ ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഇത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ 2023 ആയിക്കോട്ടെ, 22 ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, മുഴുവൻ പരീക്ഷകളിലും പൊതുവെ ഏറെക്കുറെ എല്ലാ ചോദ്യങ്ങളും പ്രസ്താവന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ പ്രസ്താവന ചോദ്യങ്ങൾ പഠിക്കാൻ വേറെ എങ്ങും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. വേറെ എങ്ങും പോകണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക മെറ്റീരിയൽസോ മറ്റ് ക്ലാസ്സുകളോ ഒന്നും കാണണ്ട. നമ്മൾ കാലാകാലങ്ങളായി പഠിക്കുന്ന ഒരു ചോദ്യം, അതിനുത്തരം, അതിനെ എന്ത് ചെയ്യുക, ഒരുമിച്ച് അങ്ങ് വായിക്കുക. അപ്പൊ അത് പ്രസ്താവനയാകും. അതല്ലാതെ ഈ പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം പ്രസ്താവനകളുടെ പുറകെ പോകേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ പഠിക്കുന്ന ബേസ് കണ്ടന്റ്, അത് റാങ്ക് ഫയൽ ആയിക്കോട്ടെ, SCRT ആയിക്കോട്ടെ, NCRT ആയിക്കോട്ടെ, എല്ലാം വായിക്കുക. അപ്പൊ നമുക്ക് വേണ്ട ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഏതാണ്ട് തെറ്റായത് എന്ന വാക്കിന്റെ അടിയിൽ ഒരു അടി വരച്ചേക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ പരീക്ഷയിൽ കയറുമ്പോൾ തെറ്റായ പ്രസ്താവന എന്നായിരിക്കും ചോദ്യം. നമ്മൾ തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചിട്ട് താഴെ 4 ഓപ്ഷനിലേക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യമാണെന്ന് കരുതി കളയും. അതുകൊണ്ട് തന്നെ ഇതാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് ഏതെന്ന് നോക്കണം. നോക്കൂ, ഓപ്ഷൻ എ നോക്കിയേ. കേരളത്തിന്റെ ഭൂവിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. പെട്ടെന്ന് ഓടിച്ചങ്ങ് വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ അല്ലെങ്കിൽ ഇത് ശരിയാണെന്നൊക്കെ തോന്നിക്കളയും. എന്നിരുന്നാലും ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് നമ്മൾ പഠിക്കുന്നതാണെന്നിരിക്കട്ടെ. ഒന്നാമത്തെ പ്രസ്താവന കിട്ടി. രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1 അല്ലെങ്കിൽ 1.18% കേരളം. രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന: കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ഡി നോക്ക്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 560 കിലോമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 2 ലോജിക് ഉണ്ടല്ലോ. ഒന്ന്, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളവും കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യവും രണ്ടും കൊടുത്തപ്പോണ്ട് രണ്ടും ഒരേ ആൻസറിലേക്ക് അല്ലേ വരുന്നത്. അപ്പൊ വേറെ ഒന്നുമില്ല, അവിടെ 2 കാര്യങ്ങൾ ഒരേ റേഞ്ചിലാണ്, അതായത് 560 കിലോമീറ്റർ. അപ്പൊ നമുക്കൊരു സംശയമുണ്ട്, ഇത് രണ്ടിൽ ഒന്നെങ്കിൽ C ആയിരിക്കും തെറ്റാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ D ആയിരിക്കും തെറ്റാൻ സാധ്യതയുള്ളത്. രണ്ടും ഒരേ കണ്ടന്റാ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ 28 സംസ്ഥാനങ്ങൾ നിലവിലുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പൊ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. അതും ശരിയാ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ശരിയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ കേരളത്തിന്റെ വടക്കേ അറ്റം വരെയുള്ള നീളം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. പക്ഷെ അവിടെ ഒരു തിരുത്തുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയല്ല? 560 അല്ല. അപ്പൊ ഈ കൊടുത്തതിൽ
അങ്ങനെയെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്, എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി പ്രസ്താവന ശരിയാണ്, സി പ്രസ്താവന ശരിയാണ്, ഡി തെറ്റാണ്. അപ്പൊ കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 560 കിലോമീറ്റർ അല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി. ആ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം. അപ്പൊ എത്രയാണ്? നിങ്ങൾ പറ. ഉത്തരം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. തിരിഞ്ഞു പോലെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ 560 കിലോമീറ്ററും കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം ചോദിച്ചാൽ 580 കിലോമീറ്ററുമാണ്. ഇനി ചില മത്സര പരീക്ഷയിൽ 580 ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എഴുതാതെ ഇങ്ങ് വരരുത്. 590 കേരള PSC 590 കിലോമീറ്ററും PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ഉത്തരമായി പരിഗണിക്കുന്നു. അതിന്റെ കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം 590 കിലോമീറ്റർ ആണ് പുതിയ കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം. അപ്പൊ നേരത്തെ എത്രയായിരുന്നു? 580 ആയിരുന്നു. ഓപ്ഷൻ അനുസരിച്ച് എഴുതാവൂ. 2 ഓപ്ഷനകത്തുള്ള ഒരു സാഹചര്യം ഇന്നേ കാലം വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ 580 എന്ന് കാണും, അതുമല്ലെങ്കിൽ 590 എന്ന് കാണും. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു SCERT സ്കൂൾ ടെക്സ്റ്റ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. എന്താണെന്നറിയാലോ? ഓരോ സംസ്ഥാനങ്ങൾക്ക്, അതായത് ഭാഷകൾ, ഓരോരോ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഓരോരോ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പുസ്തകങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പ്രസിദ്ധീകരിക്കും. അതിൽ ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് 1.25 കോടി മലയാളികൾ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1953 ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരും. 1956 സംസ്ഥാന പുനഃസംഘടന ആക്ട് നിലവിൽ വരും. അങ്ങനെ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ ഫോം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വിശാല ആന്ധ്ര എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് ആരാ? വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദര അയ്യയാണ്. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഭവാനി സെൻ ആണ്. ഇത് 3ഉം SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേപ്പോണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, SCERTയും NCERTയും പഠിക്കുന്നതിൽ തെറ്റില്ല. SCERT ഏറ്റവും ബേസ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. SCERT പഠിക്കുമ്പം ഒരു ചാപ്റ്റർ ആദ്യം വായിക്കുക. ചാപ്റ്റർ വായിച്ചതിന് ശേഷം ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ഒരു വ്യക്തിയുടെയോ ആശയത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഹിതയോടോ പടം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്ന പവിഴപ്പുറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ, സിയാച്ചിൻ എന്നറിയപ്പെടുന്ന യുദ്ധഭൂമിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതെല്ലാം 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്നതാണ്. റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന ഭൂപ്രദേശം സിയാച്ചിൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. അങ്ങനെ ഒത്തിരി ചോദ്യം. അത് ഈ പറഞ്ഞ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, SCERT സ്കൂൾ ടെക്സ്റ്റ് വായിക്കുമ്പം ആദ്യം ചാപ്റ്റർ വായിക്കണം. അതിനുശേഷം നിങ്ങൾ ചാപ്റ്റർ വായിക്കുന്നതിന് ശേഷം, ചാപ്റ്റർ ഒരു തവണ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ആ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്ന ബോക്സിൽ കൊടുത്തേക്കുന്ന പോയിന്റ്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന പോയിന്റ്, ഇതൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് വേണമെങ്കിൽ സൈഡിലേക്ക് ഒന്ന് നോട്ട് ചെയ്യുക. കാരണം സമയമില്ല. കാരണം നമുക്ക് അടുത്ത പരീക്ഷ, ആദ്യ 10th ലെവൽ പരീക്ഷ ഉടനെ ഒരു 20 ദിവസം പോലും നമ്മുടെ മുന്നിൽ ഇല്ല. ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ആദ്യഘട്ട പരീക്ഷയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് 590 കിലോമീറ്റർ PSC ഉത്തരമായി പരിഗണിക്കുന്നു. അതൊന്ന് ഓർത്തു വെക്കുക. 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പൊ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? അത് 21ആണ്. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേര് ഡെമോഗ്രഫി എന്നാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിനെ അറിയപ്പെടുന്ന പേര് കാനേഷുമാരി എന്നാണ്. 5 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. GK പോലെ പറഞ്ഞു പോവല്ല, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്
എത്രയാണെന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറയും. ഇതുമായി ബന്ധപ്പെട്ട് ക്യൂഫീൽഡ് ആപ്പുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ അത് 13ാം സ്ഥാനമാണ്. അപ്പം ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% ആരാണ്? കേരളമാണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ അത് 560 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം ചോദിച്ചാൽ 580, 590 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉത്തരമായി നിങ്ങൾ എഴുതണം അല്ലെങ്കിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇത്രയും അടിസ്ഥാന വിവരങ്ങൾ, കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് കണ്ടന്റുകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന 10th ലെവൽ ആയിക്കോട്ടെ 12th ലെവൽ ആയിക്കോട്ടെ പരീക്ഷകൾക്കെല്ലാം നമുക്ക് ശോഭിക്കാൻ കഴിയൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലയോ? അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൽ തന്നെ കേരള ഭൂപ്രകൃതി ഉണ്ട്, കേരളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസന സജ്ജീകരണങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് ഉണ്ട്, കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട ഗതാഗതം, റെയിൽ ഗതാഗതം, വ്യോമ ഗതാഗതം, അങ്ങനത്തുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി, കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ, ഇതെല്ലാം ഈ പറഞ്ഞ കേരള ഭൂമിശാസ്ത്രത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോവാണ്. മിനിമം നമുക്കൊന്ന് ആലോചിച്ച് നോക്കും, 3 ക്ലാസ് ആണ് ഇതേപോലെ റിവിഷൻ മോഡൽ കിട്ടുന്നത്. ആ 3 റിവിഷൻ ക്ലാസ്സിനോടൊപ്പം തന്നെ നോട്ട്സ് നമുക്ക് വായിക്കണം, പരീക്ഷ അറ്റൻഡ് ചെയ്യണം, വീഡിയോ ക്ലാസ്സും കാണാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലയോ? ഇനി നമുക്ക് വേണ്ടത് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണമാണ്. കേരളത്തിൽ ആകെ 14 ജില്ലകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ KL1, KL2, KL3 അങ്ങനെ ഓരോ വാക്കുകളുണ്ടല്ലോ. KL15 എന്ന് പറയുന്നത് KSRTCയുടെ ഔദ്യോഗിക നമ്പറാണ്. അതൊക്കെ നമ്മൾ മുൻകാല വർഷങ്ങളിലെ LGS പരീക്ഷയുടെ ചോദ്യമാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചതേ എന്നുള്ളൂ. ഓരോ മാർക്ക് നിർണായകമാണല്ലോ. അപ്പോൾ കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. അപ്പോൾ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം, കടൽ തീരമുള്ളത് 9 ആണെങ്കിൽ കടൽ തീരം ഇല്ലാത്ത എത്രയായിരിക്കും? അത് 5 ആണ്. പൂർണ്ണമായിട്ടും കരയാൽ ചുറ്റപ്പെട്ട കേരളത്തിലെ ജില്ലകളുടെ എണ്ണം അത് 5 ആണെന്ന് ഓർക്കണം. അപ്പോൾ കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഏതാണ്? എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. ഇനി പൂർണ്ണമായിട്ടും കരയാൽ ചുറ്റപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എന്നല്ലയോ അതിനർത്ഥം? 5 ജില്ലകളാണ് കടൽ തീരം ഇല്ലാത്തത്. ഒന്ന് വയനാട്, കടൽ തീരമില്ല. പാലക്കാട്, കടൽ തീരമില്ല. ഇടുക്കിയിൽ കടൽ തീരമില്ല. ഇടുക്കിയുടെ പ്രത്യേകത മിടുക്കിയാണ്. ഇടുക്കി ഓർത്തു വെക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന വിശേഷണം ഇപ്പൊ ആർക്കാണ്? ഇടുക്കിക്കാണ്. 2ാം സ്ഥാനം ആർക്കാണ്? അത് പാലക്കാടിനാണ്. ഇടുക്കിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തോളാം. അപ്പൊ പൂർണ്ണമായിട്ടും കരയാൽ ചുറ്റപ്പെട്ട 5 ജില്ലകൾ: വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഈ പ്രധാനപ്പെട്ട 5 ജില്ലകളെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതെന്ന് ചോദിച്ചിട്ട് അപ്പൊ 3 ഓപ്ഷനിൽ കടൽ തീരമുള്ള ജില്ല കാണും, ഒരു ഓപ്ഷനിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല. ഈ പറയുന്ന 5 ജില്ലയിൽ ഏതെങ്കിലും കൊടുക്കാം. അങ്ങനെയൊക്കെ ചോദ്യം വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും പ്രസക്തി ഉണ്ടല്ലോ. ഇനി കോട്ടയം എന്നറിയപ്പെടുന്ന ഈ 5 ജില്ലയിൽ കോട്ടയം എന്നറിയപ്പെടുന്ന ജില്ലയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. കോട്ടയത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലാറ്റക്സ്, ലേക്ക്, ലെറ്റർ. ലാൻഡ് ഓഫ് 3L, 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലേക്ക്, ലാറ്റക്സ്, ലെറ്റർ, ഈ 3 കാര്യങ്ങൾ ഓർക്കണം. അപ്പൊ ലാൻഡ് ഓഫ് 3C ഏതാ? അത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. ലാൻഡ് ഓഫ് 3C, 3 സീകളുടെ നാടെന്നറിയപ്പെടുന്നത് കണ്ണൂർ തലശ്ശേരിയാണ്. സിറ്റി ഓഫ് 5 ലാമ്പ് ഏതാ? സിറ്റി ഓഫ് 5 ലാമ്പ് 5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്, അതായത് പ്രാചീന കാലത്ത് വിളക്കുപാടം എന്നറിയപ്പെട്ട കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് എന്ത്? സിറ്റി ഓഫ് 5 ലാമ്പ് 5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. അപ്പൊ കോട്ടയത്തിന്റെ പ്രത്യേകത പറയാം. സമുദ്ര അതിർത്തി ഇല്ല, മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത, കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയമാണ്. അപ്പൊ കോട്ടയം എന്ന ജില്ലയ്ക്ക് 3 പ്രത്യേകതയാണുള്ളത്. ഒന്ന്, സമുദ്ര അതിർത്തി ഇല്ല. അപ്പൊ നമുക്കറിയാം സമുദ്ര അതിർത്തി ഇല്ലാത്ത 5 ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കോട്ടയം. ഇനി സമുദ്ര അതിർത്തി ഇല്ല എന്ന കണ്ടീഷൻ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. അപ്പൊ ഈ പറയുന്ന വയനാട് ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, ഇടുക്കി ആയിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, ഈ പറയുന്ന 4 ജില്ലയും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്നല്ലേ അതിനർത്ഥം? ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ല കൂടിയാണ് ഏത്? ഈ പറയുന്ന കോട്ടയം. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമ്മൾ ഈ കടൽ തീരം പഠിക്കുന്ന സമയത്ത് തൃശ്ശൂർ കോർപ്പറേഷനെ പറ്റി പഠിക്കണം. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. 6 കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രത്യേകതയുണ്ട്. UN ഷാങ്ഹായ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ തന്നെ ഏക കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ.
തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറിന്റെ പേര് ആര്യ രാജേന്ദ്രൻ എന്നാണ്. ആര്യ രാജേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിന്റെ പേര് മുടവൻ മുകൾ എന്നാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ടി എന്താ, തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രത്യേകത കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഒന്ന് ഓർത്തു വെക്കണം. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? അത് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. അപ്പൊ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന ടോപ്പിക്ക് തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ പറയുന്ന 6 കോർപ്പറേഷനിലെയും മേയർമാരുടെ പേര് നിങ്ങൾ പഠിച്ചോണം. കാരണം മുൻകാല വർഷങ്ങളിൽ അത് ചോദ്യമായി വന്നിട്ടുണ്ട്. നമ്മൾ പോൾ ചോദ്യമായിട്ട് ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ മറക്കരുത്, തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രത്യേകത കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. അടുത്ത പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ ജില്ലയുടെ ആദ്യകാല പേരാണ് നൗറ. ഒന്ന് ഓർത്തു വെക്കണേ, നൗറയാണ് കണ്ണൂരിന്റെ ആദ്യകാല പേര്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതെന്ന് ചോദിച്ചാൽ അത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്, കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ മുഴുപ്പിലങ്ങാട് ബീച്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണെന്ന് സംബന്ധിച്ചല്ലോ. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച്, മറക്കരുത്, ഒന്ന് നോട്ട് ചെയ്തോ, കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ, ഈ മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. അപ്പം ബീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? അത് ആലപ്പുഴയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് തിത്തൽ ബീച്ചാണ്. അത് വേറെ ഇത് വേറെ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന വിശേഷണമുള്ളത് ആലപ്പുഴയാണല്ലോ. ഒന്ന് ഓർത്തു വെക്കണേ. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ കുട്ടനാട്. കൊട്ടനോറ എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ട പ്രദേശമാണ് കുട്ടനാട്. ഒത്തിരി പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. ഇനി അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് എന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ആണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന പോയിന്റ്, കൊളാവി പാലം. ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കൊളാവി പാലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖമാണ്. കേരളത്തിൽ ആദ്യമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും പാലക്കാട് പ്ലാച്ചിമട ഇല്ലയോ? ഉത്തരം തെറ്റാണ്. ഉത്തരം കോഴിക്കോട്. കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല കോഴിക്കോടാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. കോഴിക്കോട് ഈ പറയുന്ന നഗരത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. 2022 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ കേരളത്തിലെ ഏക നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകത കോഴിക്കോടിനുണ്ട്. കോഴിക്കോടുമായി ബന്ധപ്പെട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രദേശം കൂടിയല്ലേ കോഴിക്കോട്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ കൊളാവി പാലത്തിന്റെ പ്രത്യേകതയുണ്ട്. ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന കേന്ദ്രമാണ് ഇത്. ഈ കൊളാവി പാലം അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കോഴിക്കോടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകണം. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വിവരങ്ങളൊക്കെ നമ്മൾ ബേസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് അതിർത്തികളാണ്. നമുക്ക് ഈ പറഞ്ഞ 10th ലെവൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കുന്ന, എന്നാൽ ഈസി ആണ് തന്നെ എന്ന ടോപ്പിക്കിലേക്കാണ് ഇനി പോകുന്നത്, അതിർത്തികളുമായി ബന്ധപ്പെട്ട കണ്ടന്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത് എന്നാണ് ചോദ്യം. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 2021 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യമാണ്. പിന്നെ ഫീൽഡ് വർക്കർ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? അപ്പം വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഏതു ഭാഗത്തായിട്ട്? പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ 3 പ്രധാനപ്പെട്ട അതിർത്തികളാണ് നമുക്കറിയാവുന്നത്. ഒന്ന് അറബിക്കടൽ വരും, അല്ലെ? അറബിക്കടൽ വരും, അതിൽ തർക്കമില്ല. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും വരുമെന്നാണ് അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. തെറ്റാണ്. അപ്പൊ അവിടെയും ചോദ്യമുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി ചേർന്ന്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിച്ച് കളയും. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി ചേരുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നീലഗിരിയിലും
പശ്ചിമ തീരവും പടിഞ്ഞാറൻ തീരപ്രദേശവും കിഴക്കൻ തീരവും പൂർവ്വ തീരവും കൂടിച്ചേർന്ന സ്ഥലം കന്യാകുമാരിയുമാണ്. രണ്ടും രണ്ട് ചോദ്യമാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന സ്ഥലം ഏതാണ്? അത് തമിഴ്നാട്ടിലെ നീലഗിരിയും നീലമല എന്നറിയപ്പെടുന്ന മലനിര ആണ് നീലഗിരി. അതൊന്ന് ഓർത്തു വെക്കണം. പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേർന്ന എവിടെയാണ്? അത് കന്യാകുമാരിലാണ്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം അറബിക്കടൽ ഓക്കെയാണ്, പശ്ചിമഘട്ടം ഓക്കെയാണ്, അപ്പൊ പക്ഷേ പൂർവ്വഘട്ടം ഇല്ലല്ലോ. അപ്പൊ ആൻസർ ആയിട്ട് വരണം ഓപ്ഷൻ എ സാധ്യതയില്ല. ദെൻ കർണാടക വരുന്നു, സമ്മതിച്ചു. തമിഴ്നാട് വരുന്നു, സമ്മതിച്ചു. പക്ഷേ മഹാരാഷ്ട്ര വരുത്തില്ല, അപ്പൊ അതും തെറ്റാണ്. ഓപ്ഷൻ സിയിലേക്ക് നോക്ക്. ഇന്ത്യൻ മഹാസമുദ്രം, നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രം കേരളവുമായിട്ട് കേരളത്തിന്റെ ശരിയായ അതിർത്തിയിൽ വരുമോ? ഇല്ല. അപ്പൊ തന്നെ അത് സ്കിപ്പ് ആവാമല്ലോ. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളത്. ശരി ഉത്തരം അത് തന്നെ, കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. അപ്പൊ കേരളത്തിന്റെ ശരിയായ അതിരെന്ന് പറയുമ്പം പടിഞ്ഞാറ്, കിഴക്ക്, അങ്ങനെയാണല്ലോ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. കർണാടക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിന്റെ മറക്കരുത്, കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് കർണാടക സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കർണാടക, കാസർഗോഡ് പ്രദേശം, കണ്ണൂർ പ്രദേശം ഒക്കെ കർണാടക ആണെന്നിരിക്കട്ടെ, എങ്കിൽ ആ റീജിയനായി. ഇനി തമിഴ്നാടേ ഉള്ളൂ, അതായത് തൊട്ട് കിഴക്കേ ഭാഗത്തുള്ള കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശമല്ലേ തമിഴ്നാട്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം കഴിഞ്ഞ് അടുത്തത്, അതായത് അതിർത്തി എന്ത് തന്നെ ഈ പറഞ്ഞ തമിഴ്നാട് തന്നെയാണ്. ഇനി പടിഞ്ഞാറൻ ഭാഗത്ത് എന്തേ ഉള്ളൂ? അറബിക്കടൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശരിയായിട്ട് അതിരുകൾ പറയേണ്ടത്. വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ പറയുന്ന ചോദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഓർത്തു വെക്കണേ. ദെൻ ഉത്തരം ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്നാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് പശ്ചിമഘട്ടം? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടവും പശ്ചിമഘട്ട മലനിരയും കൂടിച്ചേരുന്ന സ്ഥലത്തിന്റെ പേര് തമിഴ്നാട്ടിലെ നീലഗിരി എന്നാണ്. പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാണ്? അത് കന്യാകുമാരിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം, വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമുണ്ട്, അത് മാഹിയാണ്. പുതുച്ചേരിയാണ് ആ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത്. അപ്പൊ പുതുച്ചേരിയുടെ ഭാഗമായ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാ? അത് മാഹി. അപ്പൊ മയ്യഴി പുഴ എന്നറിയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണെന്ന് കിട്ടുമല്ലോ. പുതുച്ചേരിക്ക് പ്രത്യേകതയുണ്ട്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദിക്കും. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിന. ചെന്നൈ നഗരത്തിന്റെ ശില്പി ഫ്രാൻസിസ് ഡേയും പുതുച്ചേരി നഗരത്തിന്റെ ശില്പി ഫ്രാങ്കോയിസ് മാർട്ടിനുമാണ്. അടുത്ത് നമുക്ക് വേണ്ടത്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കേരള ജോഗ്രഫി ഏരിയ ആണ് ഇനി പറയുന്നത്. തമിഴ്നാട്, കർണാടക എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? അത് വയനാടാണ്. വയൽനാട് എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട കേരളത്തിലെ ജില്ലയാണല്ലോ വയനാട്. കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാ? അത് വയനാടാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യമുണ്ട്. അപ്പം വയനാടുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ചോദ്യം ഒന്ന് ഓർത്തു വെക്കണേ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? അത് വയനാടാണ്. വയനാടുമായി ബന്ധപ്പെട്ട് P വത്സലയ്ക്ക് പ്രത്യേകതയുണ്ട്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വയനാടുമായി ബന്ധപ്പെട്ട് വയനാട് പശ്ചാത്തലമാക്കുന്ന P വത്സലയുടെ കൃതികൾ, നോവലുകൾ ഒക്കെ നമ്മൾ നോട്ട്സിലെല്ലാം പോൾ ചോദ്യമായിട്ട് ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓർത്തു വെക്കണം. ഇനി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ സുൽത്താൻ ബത്തേരി താലൂക്ക് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണല്ലോ. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് നൂൽപ്പുഴയാണ്. മൂന്ന് ചോദ്യമാണ്, 3 ഉത്തരമാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്, ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി, ഏക ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. അവിടെ മറ്റൊരു ചോദ്യമുണ്ട്, തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് മുത്തങ്ങ എന്ന ഗ്രാമമാണ്. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട്, മുത്തങ്ങ ആദിവാസി സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് CK ജാനു എന്നാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ചോദിച്ചാൽ മുത്തങ്ങ, ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നൂൽപ്പുഴ. അപ്പൊ ഇവിടെ ഈ മുത്തങ്ങ എന്നറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയല്ലേ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന മൃഗം ആനയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് മുത്തങ്ങയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, 6 പ്രധാനപ്പെട്ട ചോദ്യം
ജില്ല വയനാട്, താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ, ഗ്രാമം ചോദിച്ചാൽ മുത്തങ്ങ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് പ്രത്യേകതയുണ്ട്. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം മുത്തങ്ങ. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ് എന്ന് ഓർത്തു വെക്കുക. വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരു ഏരിയ ക്ലിയർ ആയല്ലോ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യം മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇന്ന് തന്നെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിനകത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട ഏരിയ മൊത്തം വായിക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? പരീക്ഷ എഴുതാവൂ. PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യുന്ന പരീക്ഷ ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യണേ. കാരണം അടുത്ത ദിവസം 3 ക്ലാസ് ഉണ്ട്. അത് പെൻഡിങ് ആവരുത്. കാരണം ആദ്യത്തെ ഒരു ആരംഭ ശൂരത്വം പോലെ ആദ്യം നിങ്ങൾ കുറച്ച് ക്ലാസ് കാണുന്നു, പിന്നെ അങ്ങ് തണുത്ത് പോകരുത്. എപ്പോഴും ഈ 20 ദിവസം ആലോചിച്ച് നോക്കൂ. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഈ കൂട്ടായ്മ ചോദിക്കുന്നില്ല. നിങ്ങളുടെ 20 ദിവസം മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നു. 20 ദിവസം 3 ക്ലാസ് വീതം. അങ്ങനെ ആവുമ്പോൾ തന്നെ ഏകദേശം 30 ക്ലാസ് കിട്ടും. 30 ക്ലാസ് തന്നെ എത്രയോ കണ്ടന്റ് കിട്ടും. എത്ര പോൾ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, എത്ര നോട്ട്സ് വായിക്കാം. ഇതുവരെ പഠിച്ചു മാറ്റാത്ത ആളുകൾക്ക്, ഇതുവരെ ഉഷാറാകാത്ത ആളുകൾക്ക് ഇതൊരു എന്താവും? ഒരു പോസിറ്റീവായിട്ട് മാറുമെന്ന് വിശ്വാസമുണ്ട്. അപ്പൊ കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കുന്നില്ല, കാരണം ചില ആളുകൾ ക്ലാസ് കേട്ടു പോകുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്നു. ആൻസറിലേക്ക് വരുന്നു. ആ ഉത്തരം 4 ആണ്. കേരളത്തിൽ നിലവിൽ ആകെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. അപ്പൊ ഏതൊക്കെയാ ഈ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ? ഒന്ന് തിരുവനന്തപുരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് കണ്ണൂർ വിമാനത്താവളമുണ്ട്, നെടുമ്പാശ്ശേരി വിമാനത്താവളമുണ്ട്, കരിപ്പൂർ വിമാനത്താവളമുണ്ട്. അങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതല്ല, കേരളത്തിലെ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാമോ? കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് വിമാനത്താവളത്തിന് മറ്റൊരു പേരാണല്ലോ കരിപ്പൂർ വിമാനത്താവളം. മിക്ക മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ക്യൂ ആപ്പ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളെ വിഭജിച്ച ഒരു ആപ്പുണ്ട്, ക്യൂ ഫീൽഡ് ആപ്പ്. ആ ക്യൂ ഫീൽഡ് ആപ്പിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കോഴിക്കോട് വിമാനത്താവളം അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം പറയുന്നു. ഈ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, മറക്കല്ലേ, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഔദ്യോഗികമായിട്ട് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിച്ചാൽ അത് 1988 ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഔദ്യോഗിക പദവി ലഭിച്ച വർഷമൊന്നും അല്ല നമ്മൾ പറയുന്നത്, അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷമൊന്നും അല്ല പറയുന്നത്. അത് വേറെ, ഇത് വേറെ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും അവയ്ക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷവും ഒന്ന് ഓർത്തു വെക്കണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത്. അത് 1991 തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത്. നെടുമ്പാശ്ശേരി എന്നറിയപ്പെടുന്ന കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത് 1999. 2024 ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പ്രത്യേകതയുണ്ട്, അത് നമ്മൾ പറഞ്ഞോളാം. കരിപ്പൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത് 2006. കണ്ണൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത് 2018. അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും അവസാനം അന്താരാഷ്ട്ര പദവി ലഭിച്ചത് കണ്ണൂരാണ്. ആദ്യം അന്താരാഷ്ട്ര പദവി ലഭിച്ചത് എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. ഒന്ന് ഓർത്തു വെക്കണം. അടുത്തത്, മത്സര പരീക്ഷയിൽ നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഒന്ന്, ലോകത്താദ്യമായി ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്ന സിയാലിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ചോദിച്ചാൽ അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അത് പഠിക്കുന്ന സമയത്താണ് നമ്മൾ പഠിക്കുന്നത് ലോകത്താദ്യമായിട്ട് പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച് പറന്ന ആദ്യ വിമാനത്തിന്റെ പേര് സോളാർ ഇമ്പൾസ് എന്നാണ്. അപ്പൊ ലോകത്താദ്യമായി പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്താദ്യമായി പൂർണ്ണമായിട്ടും സൗരോർജ്ജം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനം ചോദിച്ചാൽ അത് സോളാർ ഇമ്പൾസ് ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി മത്സര പരീക്ഷയൊക്കെ നിങ്ങൾ നോക്കിക്കോ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പായും ചോദിക്കും.
ചോദിക്കുന്നുണ്ട്. അപ്പൊ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ആദ്യ വസ്തുത, കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിച്ചാൽ അത് 2017 ഡേറ്റ് സഹിതം ചോദിക്കുവാണെങ്കിൽ 2017 ജൂൺ 17 ഇനി കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നിർമ്മിച്ചൊരു ഫ്രഞ്ച് കമ്പനിയുണ്ട്. ആ ഫ്രഞ്ച് കമ്പനിയുടെ പേര് അൽസ്റ്റോം എന്നാണ്. അപ്പൊ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ഇല്ലയോ കൊച്ചി മെട്രോ? ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ കൊച്ചി മെട്രോ. ഇന്ത്യയിലെ ആദ്യ ജലമെട്രോ ചോദിച്ചാൽ അത് കൊച്ചി ജലമെട്രോ. രണ്ട് ചോദ്യമാണ്. ഓക്കെ, ദെൻ കേരളത്തിൽ ആദ്യമായിട്ട് മെട്രോ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ്. കേരളത്തിൽ ആദ്യമായി മെട്രോ അല്ലെങ്കിൽ മെട്രോ സംവിധാനം കൊണ്ടുവരുന്നത് എവിടെയാണ്? അത് കൊച്ചിയിലാവുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ എവിടെയായിരിക്കും? അത് കൊച്ചി മെട്രോ ആയിരിക്കുമല്ലോ. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ജലമെട്രോ ചോദിച്ചാൽ അത് കൊച്ചിയാണ്. നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം പറയട്ടെ, കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കൊച്ചി എഴുതരുത്. കാരണം മെട്രോ നഗരം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തെ മെട്രോ നഗരം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പട്ടണം, നഗരം, മെട്രോപൊളിറ്റൻ, മെഗാലോപോളിസ് എന്ന് തരംതിരിക്കും. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണെന്ന് ഓർക്കണം. മെട്രോ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ്. അദ്ദേഹത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ആവർത്തിക്കുന്നു. എന്ത്? മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ്. ഇനി ഈ ശ്രീധരന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഡൽഹി മെട്രോയുടെ ചെയർമാനായി പ്രവർത്തിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ഈ ശ്രീധരനാണ്. ഡൽഹി മെട്രോ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മെട്രോയാണ് ഡൽഹി മെട്രോ. ഇന്ത്യയിൽ ആദ്യ മെട്രോ ഏതാ? അത് കൊൽക്കത്ത മെട്രോ ആണ്. ഇന്ത്യയിൽ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ചോദിച്ചാൽ അത് കൊൽക്കത്ത മെട്രോ ആണ്. ഇന്ത്യയിൽ ആദ്യ മോണോറെയിൽ സംവിധാനം ചോദിച്ചാൽ അത് മുംബൈ ആണ്. ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് ചോദിച്ചാൽ അത് മുംബൈ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇന്ത്യയിൽ ആദ്യ ട്രെയിൻ സർവീസ് മുംബൈ, ഇന്ത്യയിൽ ആദ്യ മോണോറെയിൽ മുംബൈ, ഇന്ത്യയിൽ ആദ്യത്തെ ഈ പറഞ്ഞ മെട്രോ ചോദിക്കുവാണെങ്കിൽ അത് കൊൽക്കത്ത മെട്രോ. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക മെട്രോ ചോദിച്ചാൽ അത് ഡൽഹി മെട്രോ. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ജലമെട്രോ ചോദിച്ചാൽ അതെവിടെയാണ്? അത് കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പോയിന്റ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരൻ അല്ലയോ. ഇനി കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവാരെന്ന് ചോദിച്ചാൽ അത് ഈ ശ്രീധരനാണ്. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാൻ ചോദിച്ചാലും ഉത്തരമാര് തന്നെ? ഈ ശ്രീധരൻ തന്നെ. അവിടെ ഞാൻ ആവർത്തിക്കുന്ന ഒരു ചോദ്യം പറയട്ടെ. കൊങ്കൺ റെയിൽവേയുടെ ഗുണഭോക്ത സംസ്ഥാനങ്ങളുണ്ട്, കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുണ്ട്. രണ്ട് ചോദ്യമാണ്. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3 ഏതൊക്കെ സംസ്ഥാനങ്ങളാ? മഹാരാഷ്ട്ര വരും, ഗോവ വരും, കർണാടക. ഈ 3 സംസ്ഥാനങ്ങളാണ് കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം. കൊങ്കൺ റെയിൽവേയുടെ ഗുണഭോക്ത സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 4 ഉത്തരം. കേരളവും ഉൾപ്പെടും. ഈ പറയുന്ന മഹാരാഷ്ട്ര, ഗോവ, കർണാടക പ്ലസ് കേരളം കൂടി ഉൾപ്പെടും. ഗുണഭോക്ത സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ റിവിഷൻ ചെയ്യണം, ഇന്ന് തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്ത് പോകണം, ഇന്ന് തന്നെ ഇതിന്റെ നോട്ട്സ് കവർ ചെയ്യണം. കാരണം ഇന്ന് 3 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. 3 ക്ലാസ്സിലെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം, 3 ക്ലാസ്സിന് നോട്ട്സ് വായിക്കണം. അത് ചെയ്തിട്ട് ഇന്നത്തെ നിങ്ങൾ എന്ത് ചെയ്യാവും? ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠനമെല്ലാം പഠനമെല്ലാം തീർത്ത് നിങ്ങൾ ഉറങ്ങാവൂ. കാരണം അത്രയേറെ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. കാരണം 2025 നിങ്ങളുടെ വർഷമായിട്ട് മാറണമെങ്കിൽ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടണം. ഈ ഡിസംബർ മാസം, ഈ പറയുന്ന ഡിസംബർ മാസം 6-ാം തീയതി മുതൽ 25-ാം തീയതി ക്രിസ്മസ് ദിനം വരെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതിയെന്നേ. പിന്നീട് നിങ്ങൾക്ക് പ്രിലിമിനറി കിട്ടിക്കോളും, മെയിൻസ് ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾ പഠിക്കുന്നതിന്റെ ഊർജം കളയേണ്ട ഒരാവശ്യവുമില്ല. ഉഷാറായി തന്നെ വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കാണുക, പരീക്ഷ എഴുതുക, PDF നോട്ട് വായിക്കുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, ഈ നോട്ട്സ് മാത്രം വായിച്ചാൽ പോരാ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാരക രീതിയിൽ ഞങ്ങൾ ഈ കൂട്ടായ്മ ഇടുന്നതിന്റെ ഇരട്ടി എഫേർട്ട് മാരകമായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മെയിൻസും അതിനുശേഷം വരുന്ന പല പരീക്ഷ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.